ആ എന്താ അച്ചു ഇവിടെ? മനുഷ്യനാണോ താൻ? തന്റെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി പ്രസവിക്കാൻ പോയിട്ട് ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണോന്ന്? അല്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അവൾ അന്വേഷിക്കും, അച്ഛനെ കാണാറുണ്ടോ അമ്മയെ കാണാറുണ്ടോ എന്ന്. എന്തുകൊണ്ടാ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. മരുമകളെ തലയിൽ എടുത്തോണ്ടായിരുന്നല്ലോ നടപ്പ്. എന്ത് തെറ്റാ അവള് ചെയ്തത്? ഞാനിനി ഇല്ല അങ്ങോട്ട്. ബസ് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അറിഞ്ഞത് താൻ അവിടെ കാണില്ല. ഇവിടെ വന്ന് അന്വേഷിക്കാൻ. അന്വേഷിച്ചു, കണ്ടു, ഇനി ഞാൻ പോണു. ഗീത പ്രസവിച്ചിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു. ആൺകുട്ടി. താൻ അറിഞ്ഞു കാണും. എന്നാലും അവളായിട്ട് അറിയിച്ചു എന്ന് പറയാനാ ഞാൻ വന്നത്. പ്രസവത്തിന് മുമ്പ് നിങ്ങൾ ആരും ചെന്നില്ല, പോട്ടെ. പ്രസവിച്ച് കഴിഞ്ഞാലെങ്കിലും ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ സമുദായത്തിൽ. അതിനെപ്പറ്റി പറഞ്ഞപ്പോ തന്റെ മോൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? ഒരു ചടങ്ങുകളും വേണ്ട, കൊണ്ടുപോകാറാവുമ്പോ ഒറ്റയ്ക്ക് കൊണ്ടോക്കോളാം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും അത്ര ശരിയല്ല. അമ്മണി, നമ്മുടെ ഗീത പ്രസവിച്ചു. ആൺകുട്ടി. എപ്പോ? ആഴ്ച ഒന്ന് കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയായി. എന്നിട്ടും നമ്മളത് അറിഞ്ഞില്ലടി. ദിവസവും ഇതിലെ കടന്നു പോകുന്ന നമ്മുടെ മോന് അവൻ അറിയിക്കാൻ മനസ്സുണ്ടായില്ല. അത് തിരക്കിനിടയ്ക്ക് അവൻ ചിലപ്പോ മറന്നതാവും. വേണ്ടടി, നീ എന്നെ സമാധാനിപ്പിക്കൊന്നും വേണ്ട. അത്രയ്ക്ക് വിഷമൊന്നും എനിക്കില്ല. അവനേക്കാ വാശിയുള്ളതാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു മകനില്ല. പിന്നെ കടക്കാരനായി പോയതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇതൊക്കെ സഹിക്കണം. അത്ര ഞാൻ കരുതിയിട്ടുള്ളൂ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? രണ്ടാളുടെയും കാര്യം നീ നോക്കണ്ട. ഒന്നിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. എല്ലാരും കേൾക്കാനാ പറയുന്നേ. ഗീത നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് അവളെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് അവൻ എന്നെ അവിടെ നാട്ടി ഇറക്കുന്നത് നിനക്ക് കാണുമല്ലേ? എന്നാ അച്ഛൻ വരണ്ട, ഞാനും അമ്മയും കൂടെ പോയിക്കോളാം. പോയിക്കോ, പക്ഷെ പിന്നെ ഈ പടിക്കകത്തേക്ക് കിടക്കരുത്. എന്നാലും അവക്ക് എന്ത് തോന്നും? അവക്ക് എന്ത് തോന്നിയാലും പ്രശ്നമില്ല. അവന്റെ ഭാര്യയാണ്. അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. മോനെ, നമുക്കോയി മുത്തച്ഛനെ മുത്തശ്ശിയൊക്കെ കാണണ്ടേ? ദേ, പിന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചെന്നാ ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെല്ലും. എന്തിനാ? മോനെ അച്ഛനെയും അമ്മയും കാണിക്കാൻ. അല്ലെങ്കിലും ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെന്നോടെന്ത് തെറ്റാ ചെയ്തത്? എന്നോട് തെറ്റ് ചെയ്താൽ നിന്നോട് തെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാ. അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. നീ അവിടെ പോവുകയോ സംസാരിക്കുകയോ എങ്ങാനും ചെയ്താൽ. അമ്മണിയേ, വാ, ഇതിലെ ആ വഴി. ഗീതേ,
അതിനെ അകത്തുകൊണ്ട് കിടത്താൻ. അതിന്റെ ഉറക്കം കളയാനായിട്ട് ഓരോരുത്തർ. നിനക്ക് എന്താ അവിടെ കാര്യം? എന്താണെന്ന്? ഇത്ര നാളായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചോ ഒന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നു പിന്നായിരിക്കാൻ. ആ എന്തിനാ കഴിയുന്നേ? അതിനെ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മളോട് ഒറ്റയ്ക്ക. അച്ഛനും ഇല്ല, അമ്മയില്ല. അത് കഴിഞ്ഞ ജന്മത്തിലാന്ന് എഴുതിയാൽ മതി. എന്തേ? ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. അമ്മേ, കാലം മാറി. ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറുവെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താൽ മതി എന്ന് പറ. ഇതേ ദേ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് കുളിക്ക. ആ എന്തിനാ കിണിക്കുന്നത്? അല്ല, നാളത്തെ ബാങ്ക് മാനേജരാണേ വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ. അതിനെന്താ? മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട്? ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണേട്ടാ, ആ മോനെ ഒന്ന് പിടിച്ചേ. അച്ഛന്റെ മോനല്ലേടാ. ആ കരയല്ലേ. ഇതേ ഇതേ ആ. ദൈവം പിടിച്ചേ. സർവത്ര മൂത്രം ഒഴിച്ചു. ആ, കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ല, എന്തുവാടാ? ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ. ഓ അപ്പൊ അമ്മമാരില്ലാത്തവരെന്ത് ചെയ്യും? ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ, ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല, എത്ര ദിവസം ഒന്നും പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാക്കുന്നതും ഒക്കെ. ഇതേ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര മോരെ വേണം? ഉം. നീ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം.